We have done a lot of English translations of Malayalam words. Here we are discussing such a translation, Music of Love by Ullur S. Parameshwarayar. മലയാളം കൃതികൾ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു കൃതിയാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ പ്രേമസംഗീതം എന്ന കവിതയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് മ്യൂസിക് ഓഫ് ലവ്. And Music of Love is the English translation of Prema Sangeetham by Ullur S. Parameshwarayar. And the poem pictures universal nature of love, its transcendent nature and the power that can unite humanity. പ്രേമം അല്ലെങ്കിൽ സ്നേഹം അതിന്റെ അർത്ഥതലം, അതിന്റെ ആഴത്തിലുള്ള അർത്ഥമാണ് ഇവിടെ കുറിക്കുന്നത്. അതായത് ആ പ്രേമത്തിന് ഈ പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങളെയും ഒന്നിച്ചു നിർത്താനുള്ള കഴിവ്, ആ ഒരു യൂണിറ്റി, ആ യൂണിറ്റി എന്നത് യൂണിവേഴ്സൽ ലവ്, ആ യൂണിവേഴ്സൽ ലവിലൂടെ, സാർവത്രികമായിട്ടുള്ള പ്രണയത്തിലൂടെ ആ ഒരു എല്ലാ ചരാചരങ്ങളും ഒന്നാണ് അല്ലെങ്കിൽ ഒന്നായി തീരുന്ന ആ ഒരു പ്രതിഭാസം. And the point states that love transcends individual and societal distinctions and it is the unifying force. കവി പറയുന്നു, ഈ പ്രണയത്തിന് അല്ലെങ്കിൽ പ്രേമത്തിന് എല്ലാ ചരാചരങ്ങളെയും ഒന്നിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, സോഷ്യൽ ഡിഫറൻസ്, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് എല്ലാത്തിനെയും സ്നേഹിക്കാൻ, എല്ലാത്തിനെയും പ്രണയിക്കാനുള്ള ആ ഒരു ഭാവം, അതിലൂടെ മനുഷ്യനെന്നോ ജീവജാലങ്ങളെന്നോ അങ്ങനെ ഒരു വേർതിരിവില്ലാതെ ആ ഒരു മിസ്റ്റിക് ലവ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മള് ഓരോ തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട്, അല്ലെങ്കിൽ ഞാനെന്ന ഭാവമുണ്ട്, എല്ലാം ഒന്നാണ്. നമ്മള് ബഷീറിന്റെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യനും ഒരു ജീവജാലമാണ്, മറ്റ് ജീവജാലങ്ങളെ പോലെ ഒരു സ്പീഷീസ് മാത്രമാണ്, അല്ലാതെ നമ്മൾ ഭൂമിയുടെ അവകാശികളല്ല, നമ്മളും മറ്റ് ജീവജാലങ്ങളെ പോലെ തന്നെ അവകാശികളാണ്. ആ ഒരു പരസ്പര ബന്ധമാണ് ഇവിടെ യൂണിവേഴ്സൽ ലവ്. The poet starts the poem by saying that love is the one and only religion that transcends light and unity. അദ്ദേഹം തുടങ്ങുന്നത് ഒരൊറ്റ മതമുണ്ട് ഉലകിൻ ഉയരാം പ്രേമമതം നല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ദിസ് ഈസ് ദ വൺ ആൻഡ് ഓൺലി റിലിജിയൻ. പ്രണയം എന്നത് അല്ലെങ്കിൽ സ്നേഹം എന്നത് അതാണ് പരമമായ സത്യം, പ്രേമമാണ് പരമമായ സത്യം. And it is spreading its fragrance just like the light of moon. ചന്ദ്രകല അല്ലെങ്കിൽ ആ ഒരു ചന്ദ്രന്റെ പ്രകാശം പരത്തുന്ന പോലെ, ചന്ദ്രന്റെ ആ നിലാവിൽ ജീവജാലങ്ങളെല്ലാം നിർവൃതി അടയുന്നത് പോലെയാണ് ഈ പ്രാപഞ്ചികമായിട്ടുള്ള പ്രണയത്തിൽ ജീവജാലങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള എല്ലാം തന്നെയും ആ ഒരു നിർവൃതിയിൽ എത്തുന്നത്. And hatred is its biggest enemy that destroys everything. ഈ പ്രേമത്തിന്റെ ഒരേ ഒരു ശത്രു വെറുപ്പാണ്. ആ വെറുപ്പിന് ഈ പ്രപഞ്ചത്തെ തന്നെയും അല്ലെങ്കിൽ സർവ്വതിനെയും നശിപ്പിക്കാൻ സാധിക്കും. Which can change a good place to grave and a beautiful garden to a desert. ഈ ഹേറ്റ്രഡിന്, വെറുപ്പിന് എന്താണ്, നല്ല സ്ഥലത്തെ അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് മണവറ അല്ലെങ്കിൽ മണിയറയെ ഗ്രേവ് ആക്കി മാറ്റാൻ, ശവപ്പറമ്പാക്കി മാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടത്തെ മരുഭൂമി ആക്കാനും ഈ വെറുപ്പിന് സാധിക്കും. പ്രണയത്തിന്റെ അല്ലെങ്കിൽ പ്രേമത്തിന്റെ ഒരേ ഒരു ശത്രു വെറുപ്പാണ്. ആ വെറുപ്പിന് എല്ലാത്തിനെയും നശിപ്പിക്കാൻ സാധിക്കും. ആൻഡ് ലവ് ഇസ് ലൈക്ക് എ സോങ്. ഒരു സംഗീതം പോലെയാണ്, ഒരു പാട്ട് പോലെയാണ് പ്രണയം. That equally blends rhythm and rhyme and provides soothing effect to the listeners. ഒരു മനോഹരമായ സംഗീതം, താളവും ലയവും ഒക്കെ ഒത്തുചേർന്ന ഒരു സംഗീതം കേൾവിക്കാരന് അല്ലെങ്കിൽ ശ്രോതാവിന് എത്രത്തോളം സുഖം അല്ലെങ്കിൽ ആനന്ദം പകരുന്നുവോ അതേപോലെയാണ് ഈ യൂണിവേഴ്സൽ ലവ്. And it is this universal love that helps each creature in this universe to live in harmony. ഈ ഒരു പ്രണയമാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രേമമാണ് എല്ലാ ജീവജാലങ്ങളെയും സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്.
And love attracts people just like a fragrant flower invites honeybees. തേനീച്ചകളെ പൂവ് ആകർഷിക്കുന്നത് പോലെ ഈ പ്രണയത്തിന് അല്ലെങ്കിൽ പ്രേമത്തിന് എല്ലാത്തിനെയും ആകർഷിക്കാൻ സാധിക്കും. അതായത് എത്ര വെറുപ്പിനെ പോലും സൗന്ദര്യമുള്ളതാക്കി മാറ്റാൻ, ഒന്നിപ്പിക്കാൻ ഈ സ്നേഹത്തിന് സാധിക്കും. ആൻഡ് ലവ് മേക്സ് എർത്ത് ആസ് ഹെവൻ. പ്രണയമുണ്ടെങ്കിൽ ഭൂമി പോലും സ്വർഗമായി മാറും. ആൻഡ് ലവിംഗ് സബ്ജക്ട്സ് ആർ ഇൻ ഫാക്ട് ദ ഗിഫ്റ്റ്സ് ഓഫ് കിങ്സ്. പരസ്പരം സ്നേഹിക്കുന്ന ജനത ഒരു രാജ്യത്തിന്റെ അഭിമാനമാണ്, അല്ലെങ്കിൽ രാജാവിന്റെ സമ്പത്താണ് ആ ജനങ്ങൾ. പരസ്പരം സ്നേഹമുള്ള ജനങ്ങൾ ഒരു രാജാവിന്റെ സമ്പത്താണ്. ആൻഡ് ദ പോയിന്റ് സ്റ്റേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലവ് ഇൻ ഫാമിലി റിലേഷൻസ്. കുടുംബ ബന്ധങ്ങളിലും പ്രണയത്തിന്റെ അല്ലെങ്കിൽ പ്രേമത്തിന്റെ ആ ഒരു പ്രാധാന്യം കവി പറയുന്നു. The environment or our surroundings can reflect our nature, and it is our sounds that is reflected on the earth. നമ്മളുടെ ശബ്ദം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അതാണ് ഈ പ്രപഞ്ചം പ്രതിഫലിപ്പിക്കുന്നത്. അതായത് നമ്മൾ പോസിറ്റീവായിട്ട് കാണുകയാണ് എങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് തോന്നും. ഫോർ എക്സാമ്പിൾ, മഴ പെയ്യുന്ന സമയത്ത് അത് മോശമായിട്ട് നമുക്ക് തോന്നാം, നല്ലതായിട്ടും തോന്നാം. അതായത് ആസ്വദിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ മഴ ആസ്വദിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ മഴയുടെ ആ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടും. അതേസമയം മഴ നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ മഴ ഒരു ശല്യമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ മഴ ഒരു ശല്യമാണെന്ന് പറയുന്ന സമയത്ത് വി ആർ ക്രിയേറ്റിംഗ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. നമ്മൾ എങ്ങനെയാണോ അതാണ് ഈ പ്രപഞ്ചത്തിൽ നിന്നും കിട്ടുക. അതേസമയം നമുക്ക് എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്ക് ഓരോ നിമിഷവും ആസ്വദിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ ദാറ്റ് ക്രിയേറ്റ്സ് പോസിറ്റീവ് നേച്ചർ അല്ലെങ്കിൽ പോസിറ്റീവ് ഫീലിംഗ്. ദെൻ വി റീപ് വാട്ട് വി സോ. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് നമ്മൾ കൊയ്യുന്നത്. ആൻഡ് ദ യൂണിവേഴ്സ് വിൽ മെഷർ അവർ ഡീഡ്സ് ആൻഡ് ഇറ്റ്സ് ഇഫക്ട്സ്. നമ്മളുടെ ഓരോ പ്രവൃത്തിയും ഈ പ്രപഞ്ചത്തിൽ തന്നെ അളന്ന് തൂക്കി അതിന് പ്രതിഫലം കിട്ടും. അതായത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ പറയാറുണ്ട് സ്വർഗം അല്ലെങ്കിൽ സ്വർഗത്തിൽ നല്ല പ്രവൃത്തി ചെയ്താൽ സ്വർഗത്തിൽ പോവും, മോശം പ്രവൃത്തി ചെയ്താൽ നരകത്തിൽ പോവും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കവി പറയുന്നത് there is no such hell or heaven. It is this earth that decides what is hell or heaven. നമ്മൾ ഹെവനാണോ, നമ്മൾ സ്വർഗമാണോ നരകമാണോ എന്ന് തീരുമാനിക്കുന്ന ഈ ഭൂമി തന്നെയാണ്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിനനുസരിച്ച് അളന്ന് തൂക്കി അതിന്റെ വില നമുക്ക് കിട്ടും. അതായത് നമ്മൾ നല്ലതാണ് ചെയ്തതെങ്കിൽ നമുക്ക് നന്മ കിട്ടും, മോശപ്രവൃത്തിയാണ് എങ്കിൽ തിന്മയും ഉണ്ടാകും, അതിനനുസരിച്ച് നമുക്ക് കിട്ടും. ആൻഡ് ദ പേഴ്സൺ ക്യാരിങ് ലൈറ്റ് ഫീൽസ് ദി പ്രസൻസ് ഓഫ് ലൈറ്റ് എവരിവെയർ. ഒരു വിളക്ക് കൈവശമുള്ള ആൾക്ക് അല്ലെങ്കിൽ വിളക്ക് കയ്യിലേന്തിയ ഒരാൾക്ക് എല്ലായിടവും പ്രകാശമയമായിട്ട് തോന്നും. സിമിലർലി ദ പേഴ്സൺ ഹാവിംഗ് ലവ് ഇൻ ഹിസ് ഹാർട്ട് ഫീൽസ് ലവ് എവരിവെയർ. അതേപോലെ ഹൃദയത്തിൽ പ്രണയമുള്ള ആൾക്ക് അല്ലെങ്കിൽ ഹൃദയത്തിൽ സ്നേഹമുള്ള ഒരാൾക്ക് എല്ലായിടത്തും സ്നേഹം കാണാൻ സാധിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പോസിറ്റീവായ ഒരാൾക്ക് തീർച്ചയായിട്ടും പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാകും. അതേസമയം നെഗറ്റീവ്, ഇപ്പൊ നമ്മളൊക്കെ അറിയാം, നമ്മൾ ന്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് ചില ആളുകൾ ഫുൾ ടൈം അങ്ങനെയുള്ള ന്യൂസുകളായിരിക്കും. അതായത് എന്താണ്, വെട്ടുകൊത്ത്, കൊലപാതകം അങ്ങനെയുള്ള ന്യൂസ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളുകൾ, അവരുടെ നേച്ചർ തന്നെ ആ ഒരു നെഗറ്റീവ് നേച്ചറാണ്. ആ ഒരു നേച്ചർ നമുക്ക് അവരുടെ ആ ഒരു ആക്ഷൻസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ദ പോയിന്റ് സീസ് ദാറ്റ് when we bow down or having humility, we can reach at heaven. And when we plant something, we will surely get its fruit. And if we are ready to give, we will be helped, or we will get everything. That means for every action there is an equal and opposite reaction. കവി വീണ്ടും പറയുന്നു, നമ്മൾ if we are ready to go down, നമ്മൾ താഴ്മയുണ്ട് എങ്കിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകും. അതായത് നമ്മൾ പറയും എ ലെയ്ഡൻ ഫ്രൂട്ട് ഓർ എ ലെയ്ഡൻ ട്രീ ഓൾവേസ് ബെൻഡ് ഡൗൺ എന്ന് പറയും. പഴങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ചില്ല, ആ ചില്ല എപ്പോഴും താഴ്ന്നിട്ടായിരിക്കും ഉണ്ടാകുക. ആ ചില്ല എപ്പോഴും ആ ഒരു പഴത്തിന്റെ ഭാരം കൊണ്ട് ചില്ല താഴ്ന്നിട്ടായിരിക്കും. ആ താഴ്മയാണ്, നിറവ് കൂടുന്നതിനനുസരിച്ച് താഴ്മയുണ്ടാകും.
അതേപോലെ തന്നെ നമ്മൾ വിതയ്ക്കുകയാണ് എങ്കിൽ കൊയ്തെടുക്കാം. അതായത് സമ്പത്ത് കാലത്ത് കൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്ന് പറയുന്ന പഴഞ്ചൊല്ല് പോലെ നമ്മൾ എന്തെങ്കിലും നടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ള ആ ഒരു സന്ദേശമാണ്. അതേപോലെ തന്നെ ഇഫ് വി ആർ റെഡി ടു ഗിവ്, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അയാളിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല, ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വേറെ ആരെങ്കിലും നമുക്ക് ആ ഒരു സമയത്ത് നമ്മളുടെ അത്യാവശ്യ ഘട്ടത്തിൽ സഹായത്തിനായി എത്തും. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് ദിസ് എർത്ത് ദാറ്റ് ഡിസൈഡ്സ് അവർ ആക്ഷൻസ്. ഈ ഭൂമി തന്നെയാണ് നമ്മുടെ പ്രവൃത്തികൾ തീരുമാനിക്കുന്നത്, നല്ലതാണോ മോശമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. The point again says that through this universal love we can feel and see the presence of God. നമുക്ക് ഈ ഒരു സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ ഈ പ്രാപഞ്ചികമായിട്ടുള്ള ആ ഒരു പ്രണയത്തിലൂടെ നമുക്ക് ഈശ്വരനെ ദർശിക്കാൻ സാധിക്കും. And the universe is the real school, and here we can see and feel the presence of God. ഈ ഒരു പ്രപഞ്ചം യഥാർത്ഥ വിദ്യാലയമാണ്. നമുക്ക് പല കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കും. ഇവിടെ ആ ഒരു മിസ്റ്റിക് ലവ് ആണ്, അതായത് സൂര്യനും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ഒക്കെ ആ ഒരു മിസ്റ്റിക് ഫിലോസഫിയുടെ വക്താക്കളായിരുന്നു. അതേപോലെ തന്നെ വില്യം വേർഡ്സ്വർത്ത്, ബ്രിട്ടീഷ് റൈറ്ററായ വില്യം വേർഡ്സ്വർത്തും പ്രകൃതിയെ സ്നേഹിച്ച വ്യക്തിയാണ്. ആ ഒരു പ്രകൃതിയുടെ സ്നേഹത്തിലൂടെ ഈ പ്രകൃതിയാകുന്ന വിദ്യാലയത്തിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും. പുഴ ഒഴുകുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ആ വെള്ളം, മുന്നോട്ട് പോയ വെള്ളത്തിന് തിരിച്ചൊരിക്കലും ബാക്കിലേക്ക് പുറകോട്ടേക്ക് ഒഴുകാൻ സാധിക്കില്ല. അതുപോലെയാണ് ജീവിതവും. നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, ചിലപ്പോ പാറ ഉണ്ടാകാം, അല്ലെങ്കിൽ കല്ലുകൾ ഉണ്ടാകാം, ഇതൊക്കെ തട്ടിത്തടഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്ന ജീവിതം, പല പ്രതിസന്ധികളുമുള്ള ജീവിതം മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള പല പാഠങ്ങൾ, അതേപോലെ തന്നെ ഓരോന്നിനും ഓരോ പാഠങ്ങളുണ്ട്. അപ്പൊ ഈ പാഠങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയ ഒരു കലാലയം, ഒരു സ്കൂള്, വിദ്യാലയമാണ് ഈ പ്രപഞ്ചം. അവിടെ നമുക്ക് ഈശ്വരനെ ദർശിക്കാൻ സാധിക്കും. And the point again says God lives in each other's love. ദൈവം ജീവിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം എന്ന ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ നമുക്ക് ടാഗോറിന്റെ ആ ഒരു ഫിലോസഫിയും കാണാം. അതായത് ഈശ്വരൻ പുണ്യാലയങ്ങളിലല്ല ഉള്ളത്, മറിച്ച് പാടത്തും പറമ്പിലും ചേർന്നും ഒക്കെ പണിയെടുക്കുന്ന ആളുകളിലാണ് ഉള്ളത് എന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. പരസ്പര സ്നേഹത്തിൽ നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കും. And if we cannot see the suffering people, we cannot see the presence of God, and it reveals the principle of Tattva-masi. നമുക്ക് അടുത്തു നിൽപ്പോർ അഞ്ചരെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അടുത്തു നിൽക്കുന്ന സ്വന്തം സഹോദരനെ കാണാൻ, അയാളുടെ പ്രയാസങ്ങൾ അറിയാൻ കഴിയാത്തവർ. ഇവിടെ സഹോദരൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കൂടപ്പുറപ്പുകളല്ല, മറിച്ച് എല്ലാ ആളുകളും, നമ്മളുടെ അയൽക്കാരാകാം, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളാകാം, ബന്ധുമിത്രാദികളാകാം. അപ്പൊ അവരുടെ കഷ്ടപ്പാടുകൾ നമുക്ക് മനസ്സിലാക്കാൻ, അവർ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ഈശ്വരനെ കാണാൻ സാധിക്കില്ല. കാരണം ആ കഷ്ടപ്പാടുകളിലൂടെയൊക്കെയാണ് ഈശ്വരന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഒരു കഥയുണ്ട്, ദൈവം ആ പണക്കാരന്റെ വീട്ടിൽ, ഒരു പണക്കാരന്റെ വീട്ടിൽ ദൈവം വരുമെന്ന് പറയുന്നു. അങ്ങനെ പണക്കാരൻ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ ഒരുക്കി കാത്തിരിക്കുന്നു ദൈവത്തിന്റെ വരവിന് വേണ്ടിയിട്ട്. അങ്ങനെ കാത്തിരുന്ന ആ ധനികന്റെ വീട്ടിലേക്ക് ഒരു യാചകനാണ് എത്തുന്നത്. അപ്പൊ യാചകൻ വന്ന ഉടനെ ആ ധനവാൻ അയാളെ ആട്ടി ഓടിച്ചു. കാരണം ദൈവം വരാൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ദൈവം വരുമ്പോ ഈ യാചകനെ കാണുമ്പോൾ നാണക്കേടാണല്ലോ. അങ്ങനെ ഈ യാചകനെ ആട്ടി ഓടിച്ചു. അയാള് ദൈവത്തെ കാത്തിരുന്നു. അങ്ങനെ പാതിരാത്രിയായിട്ട് ദൈവം വന്നില്ല. അപ്പൊ രാത്രിയിൽ ദൈവത്തിന്റെ അശരീരി കേട്ടു എന്നാണ്. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് വന്നിരുന്നു, പക്ഷെ നീ എന്നെ കണ്ടില്ല. യാചക രൂപത്തിൽ ഞാൻ നിന്റെ അടുത്ത് വന്നിരുന്നു, പക്ഷെ നീ എന്നെ കണ്ടില്ല. അങ്ങനെ ഈശ്വരനെ നമുക്ക് എല്ലാവരിലും കാണാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് കാണാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ ദൈവം ഉണ്ടെങ്കിൽ ദൈവം എന്ന കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇവിടെ ആ ഒരു തത്വമസി എന്ന ആ ഒരു തത്വമാണ്, അല്ലെങ്കിൽ ആ ഒരു ആശയമാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. തത്വമസി എന്നാൽ
എന്നിലുള്ള ഈശ്വരൻ നിന്നിലുമുണ്ട് എന്ന ആ ഒരു ഞാനാണ് ഈശ്വരൻ അല്ലെങ്കിൽ നീയാണ് ഈശ്വരൻ, നീ ഈശ്വരനെ തേടി അലയേണ്ട ആവശ്യമില്ല, നിന്റെ ഉള്ളിൽ തന്നെ ഈശ്വരനുണ്ട് എന്ന സങ്കല്പം. ആൻഡ് ഗോഡ് ഈസ് പ്രസന്റ് ഇൻ ഓൾ പീപ്പിൾ റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ഓർ റിലിജിയൻ. മതങ്ങൾ അല്ലെങ്കിൽ ജാതികൾ അല്ലെങ്കിൽ വർണ്ണം, അതിനും അപ്പുറത്ത് ഈശ്വരൻ എല്ലാ മനുഷ്യരിലും ഉണ്ട്. This universe is really a stage and we are merely players or characters, just as Shakespeare said. അദ്ദേഹം പറയുന്നു, ഈ പ്രപഞ്ചമാകുന്ന നാടകശാലയിൽ നമ്മളെല്ലാവരും ഓരോ വേഷം കിട്ടിയ ആൾക്കാരാണ്. വേഷം എന്തെന്ന് വിധിക്കുന്നത് ഇറ്റ് ഈസ് ദ ഡിസിഷൻ ഓഫ് ഗോഡ്. നമ്മളുടെ വേഷം എന്താണെന്ന് ദൈവം പറഞ്ഞിങ്ങോട്ട് വിടും. ആ വേഷം നന്നായി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഇവിടെ നമുക്ക് വില്യം ഷേക്സ്പിയറിന്റെ വാക്കുകളാണ് മനസ്സിലാകുന്നത്. The world is a stage and we are merely players. ഈ ലോകമാകുന്ന നാടകശാല, നമ്മളെല്ലാവരും ഓരോ വേഷം കിട്ടുന്ന കഥാപാത്രങ്ങളാണ് എന്ന ആ ഒരു ആശയം. ആൻഡ് when we realize this truth, we can love each other and feel the God then. നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വന്നു, ഓരോ കഥാപാത്രങ്ങളായിട്ട് വന്നു, നമ്മളുടെ റോള് ഭംഗിയായി ചെയ്തതിനു ശേഷം തിരിച്ചു പോകണം എന്ന ആ ഒരു ചിന്ത നമുക്കുണ്ട് എങ്കിൽ നമ്മൾ അധികം അഹങ്കരിക്കില്ല. അത് മാത്രമല്ല, ഈശ്വരനെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദിസ് ഇസ് കോൾഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. മാസ്ലോയുടെ തിയറിയിൽ പറയുന്നതാണ് 5 സ്റ്റേജസ്. 5th സ്റ്റേജ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമുക്ക് ആ ഒരു ആത്മനിർവൃതിയിൽ എത്താൻ സാധിക്കുകയാണെങ്കിൽ അവിടെ എത്തുന്ന സമയത്ത്, അതായത് എല്ലാ സ്വത്തിനോടുള്ള അല്ലെങ്കിൽ ആദ്യം ബേസിക് ഫണ്ടമെന്റൽ നീഡ്സ് ആണ് നമ്മളുടെ പാർപ്പിടം, വസ്ത്രം, ആഹാരം, അങ്ങനെയുള്ള ബേസിക് ഫണ്ടമെന്റൽ നീഡ്സ്. അതിനുശേഷം നമ്മളുടെ ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുകള്, ആ ഒരു സ്നേഹബന്ധങ്ങള്, പിന്നീട് സെക്യൂരിറ്റി, നമ്മളുടെ സമ്പാദ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടിയതിനു ശേഷം നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന 5ാമത്തെ സ്റ്റേജിലെത്തുന്നു. ആ സ്റ്റേജിൽ നമ്മൾ തിരിച്ചറിയുന്നു, ഈ ഒന്നുമല്ല, ഒന്നും നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെയുള്ള തിരിച്ചറിവ് വരുന്ന സ്റ്റേജാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അവിടെയാണ് നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എത്തുന്ന സമയത്താണ് നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുന്നത്. And we have to feel the sorrow and the happiness of others as our own. That means we should be empathetic. നമ്മള് മറ്റുള്ളവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മൾക്കും പങ്കുചേരാൻ കഴിയണം. അവരുടെ ദുഃഖം നമ്മുടേതായി മാറാൻ, നമ്മുടേതായിട്ട് കാണാൻ സാധിക്കുകയാണെങ്കിൽ we can feel the presence of God. And the poet ends the poem by praying that both his body and his soul are the gifts of God and make them meaningful through good deeds. ഈ കവിത അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, അതായത് അദ്ദേഹത്തിന്റെ ശരീരവും ആത്മാവും ദൈവത്തിന്റെ വരദാനമാണ്, അത് അർത്ഥമുള്ളതാക്കി മാറ്റണമേ ദൈവമേ, നല്ല പ്രവൃത്തിയിലൂടെ അർത്ഥമുള്ളതാക്കി മാറ്റണമേ ദൈവമേ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ കവിത അവസാനിപ്പിക്കുന്നത്. ഇതില് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് യൂണിവേഴ്സൽ ലവ്. പിന്നീട് ചോദിക്കാവുന്നത് വാട്ട് ആർ ദി സിംബൽസ് ഓർ ഇമേജസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദിസ് ഫോം. കവിതയില് ഒരുപാട് കമ്പാരിസൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ അദ്ദേഹം പറയുന്നത്, വിളക്ക് കൈവശമുള്ള വ്യക്തിക്ക്, അതായത് ദ പേഴ്സൺ ക്യാരിങ് ലൈറ്റ് ഫീൽസ് ലൈറ്റ് എവരിവെയർ. വിളക്ക് കൈവശമുള്ള ആ വ്യക്തിക്ക് എല്ലായിടവും പ്രകാശമയമായിട്ട് തോന്നും. അങ്ങനെയുള്ള കുറച്ച് ഇമേജസ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഇമേജസിനെ കുറിച്ച് ചോദിക്കാം. പിന്നീട് പ്രേമസംഗീതം എന്ന അല്ലെങ്കിൽ മ്യൂസിക് ഓഫ് ലവ് എന്ന ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. These are the major points. Hope it is useful to you. Thank you.